ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ SCERT പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഇതിൽ ബംഗാളികളിൽ ഈ SCERT പാഠഭാഗങ്ങളിൽ നമുക്ക് എക്സാമിൽ പഠിക്കേണ്ട മാത്രം എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ വീഡിയോസ് 3-4 തവണ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് തറവായിരിക്കും. പിന്നെ പറ്റുവാണെങ്കിൽ നോട്ട്സ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ നഗോഡകൾ എന്നാണ് പറഞ്ഞത്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ നഗോഡകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കർഷകർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർഷകർക്കെതിരെ നടത്തിയ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഈ നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാരെ പറയുന്ന പേരാണ് ജമീന്ദർമാർ. നികുതി പണമായി നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ എന്നാണ് പറയുന്നത്. സാഹുക്കാർ. അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ നഗോഡകൾ എന്ന് പറയുന്നു. നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാരെ ജമീന്ദർമാർ എന്ന് പറയുന്നു. പിന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ എന്ന് പറയുന്നു. അപ്പോൾ കർഷകർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഉണ്ടായാലും കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. പിന്നെ പറയുന്നത് റെയിൽവേയുടെ തുടക്കമാണ്. ഇന്ത്യയിൽ ആദ്യം റെയിൽവേ കൊണ്ടുവന്നത് 1853 ഏപ്രിൽ 16 വൈകുന്നേരം 3:35 ബോംബെ മുതൽ താനെ വരെ. അതിൽ 14 കോച്ചുകളുണ്ടായിരുന്നു, 400 യാത്രക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 വൈകുന്നേരം 3:35 ബോംബെ മുതൽ താനെ വരെ. 14 കോച്ചുകളുണ്ടായിരുന്നു, 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ വന്നത് 1861 മാർച്ചിൽ തിരൂർ മുതൽ ബേപ്പൂർ വരെ. പിന്നെ നെയ്ത്തുകാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്ത കാര്യങ്ങളാണ് ഇനി അടുത്ത പറയുന്നത്. ആദ്യം കർഷകർക്കെതിരെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നെയ്ത്തുകാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത്, അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. അപ്പം നെയ്ത്തുകാർക്കെതിരെ ചെയ്തതെന്ന് വെച്ചാൽ, അസംസ്കൃത വസ്തുവായ പരുത്തി, അവർ നെയ്യാൻ ഉപയോഗിക്കുന്ന പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അപ്പോൾ അവർക്ക് പരുത്തി കിട്ടാനില്ല. പിന്നെ വരുന്നത്, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അപ്പോൾ വില കുറഞ്ഞ തുണിത്തരങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. പക്ഷേ ഇന്ത്യൻ നിർമ്മിത നല്ല വില കുറഞ്ഞായ അപ്പോൾ ക്വാളിറ്റി കുറയും. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച നല്ല തുണിത്തരങ്ങൾ ഉയർന്ന നികുതി ചുമത്തി. നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി.
പിന്നെ ഇങ്ങനത്തെ ഈ കർഷകർക്കെതിരെ നെയ്ത്തുകാർക്കെതിരെയും ഉള്ള ഇങ്ങനെയുള്ള അക്രമങ്ങളെ അതിക്രമിച്ചപ്പോൾ അത് കലാപങ്ങളിലേക്ക് നീണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ കലാപങ്ങളിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോൾ ഇത് ഒരു PYQ ആണ്. 18-ാം നൂറ്റാണ്ടിൽ നടന്ന കാർഷിക കലാപങ്ങളെ നിങ്ങൾക്ക് ഉദാഹരണം, കാർഷിക കലാപങ്ങൾ 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു. അപ്പോൾ ഇതിൻ്റെ തെളിവായിട്ടുള്ളത് ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. സന്യാസി കലാപവും ഫക്കീർ കലാപവും നടന്ന നൂറ്റാണ്ട്, ഇത് നടന്നത് എവിടെയാണ് എന്നൊക്കെ PYQ ആണ്. പിന്നെ അടുത്ത് വരുന്നത് 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ കലാപങ്ങളുണ്ടായി. ഇതാണ് മാപ്പിള കലാപങ്ങൾ. ഇതേ കാലയളവിൽ ബംഗാളിൽ കലാപമുണ്ടായി. ഇതാണ് ഫറാസി കലാപങ്ങൾ. അപ്പോൾ മാപ്പിള കലാപങ്ങളും ഫറാസി കലാപങ്ങളും നടന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഗോത്രവർഗ്ഗക്കാരിൽ വരുന്നത് മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. അപ്പം കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്രവർഗ്ഗക്കാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ഏതൊക്കെയാണ്? മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. പിന്നെ പറയുന്നത് സാന്താൾ കലാപം. 1855 ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ ജനത താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നടന്ന കലാപമാണ് 1855 നടന്ന കലാപമാണ് സാന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പോൾ സാന്താളന്മാർ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. അപ്പോൾ കൊള്ളപ്പലിശക്കാർക്കെതിരെയും കമ്പനി ഉദ്യോഗസ്ഥരുടെ ചൂഷണത്തിനും ഇരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. ഈ സാന്താൾ കലാപം ത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കുൻഹുവുമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റായ ഒരു കലാപമാണ് സാന്താൾ കലാപം. നടന്നത് 1855 കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. ഇതിൻ്റെ നേതൃത്വം നൽകിയത് സിദ്ധുവും കുൻഹുവുമാണ്. ഇത് PYQ ആണ്. സിദ്ധുവും കുൻഹുവുമാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയെന്നുള്ളത്. പിന്നെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരാണ് ഇന്ന് ഈ കമ്പനിക്കെതിരെ എല്ലാ ആൾക്കാരും ഒരു കലാപത്തിനിറങ്ങി. അപ്പോൾ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിനിറങ്ങി. അതിൽ ചിലവരാണ് ഔധിലെ രാജാ ചേത്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. പിന്നെ വരുന്നത് ഇതേ സമയം കേരളത്തിലും കലാപങ്ങൾ നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിൽ നടന്ന പ്രധാന കലാപമാണ് പഴശ്ശി കലാപങ്ങൾ. അതിന് കാരണം കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞത്
പിന്നെ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചത് മലബാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തി. പിന്നെ പഴശ്ശി രാജയാണ് പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ കുരുക്കൾ തുടങ്ങിയവരായിരുന്നു പഴശ്ശിയുടെ സഹായികൾ. അപ്പോൾ തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ തുടങ്ങിയവരാണ് പഴശ്ശിയുടെ സഹായികൾ. പഴശ്ശിയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. അപ്പോൾ പഴശ്ശി കലാപമൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്രമാത്രം SCERT ഫാക്ട്സ് വെച്ചിട്ട് ഇത്രമാത്രം പഠിക്കുക. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. പഴശ്ശിയെക്കുറിച്ച് TH ബേബർ, തലശ്ശേരി സബ് കളക്ടറായ അദ്ദേഹം പറഞ്ഞ കോഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവയാണ് നയിച്ചത്, ഈ കലാപങ്ങളൊക്കെ നയിച്ചത്. കൊച്ചിയിൽ മന്ത്രി പാലിയത്തച്ഛൻ ദളവയെ സഹായിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയത് വേലുത്തമ്പി ദളവയായിരുന്നു. അപ്പോൾ അതിന് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ, കൊച്ചിയിലെ മന്ത്രിമാരെ അറിയപ്പെടുന്നത് പാലിയത്തച്ഛനാണ് ദളവയെ സഹായിച്ചത്. അപ്പോൾ ഈ വേലുത്തമ്പി ദളവയുടെ ഒരു വിളംബരമാണ് 1809 നടന്ന കുണ്ടറ വിളംബരം. പിന്നെ പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 കമ്പനി പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ അറിയപ്പെട്ടിരുന്നത് ശിപായിമാർ എന്നാണ്. 1857 കമ്പനി പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർ, ശിപായിമാർ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പുള്ള നാട്ടുരാജാക്കന്മാർ എന്നിവർ കലാപത്തിന് ഒരുങ്ങി. അപ്പോൾ 1857 ഇന്ത്യൻ സൈനികരും ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കുറേ രാജാക്കന്മാർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. അവരും ഈ ഇന്ത്യൻ സൈനികരും ശിപ്പായികളും ഈ കലാപത്തിനിറങ്ങി. അതാണ് ഇന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ കലാപത്തിനിറങ്ങിയെന്ന് വെച്ചാൽ, ശിപ്പായിമാരുടെ ജീവിതം എന്ന് വെച്ചാൽ വളരെ ദുരിതപൂർണമായിരുന്നു. അവർക്ക് തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലെയുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം എന്നിവ കൊണ്ടാണ് ഇന്ത്യൻ സൈനികർ അവരെ ഈ കലാപത്തിന് ഒരുങ്ങിയത്. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള എന്നാണ്. അപ്പോൾ ഇത് PYQ ആണ്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. പിന്നെ ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിച്ചതും മംഗൾ പാണ്ഡെ ആയിരുന്നു. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിൽ എത്തി. അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇതും PYQ ആണ്. കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. പിന്നെ ഈ കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആരെയാണ് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇതും PYQ ആണ്. പിന്നെ ഈ സമരം നയിച്ചത് കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്, ലക്നൗയിലെ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിലെ മൗലവി
അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. അപ്പോൾ ഈ സമരം നയിച്ചതെന്ന് വെച്ചാൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരാണ് നയിച്ചത്. പിന്നെ കാൺപൂരിൽ 2 പേര്, നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. എന്നാൽ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുത്താൻ കാരണം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയമായിരുന്നു. അത് പരാജയപ്പെടാൻ കാരണം ഒന്നാമത്തത്, ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങളുണ്ടെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ബഹദൂർ ഷായെ ഷഹിൻഷായെ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തി ആയി ശിപ്പായിമാർ പ്രഖ്യാപിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഈ ഒരു പ്രസ്താവനയും പിവയ്ക്കുമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഉള്ള കുറച്ചുകൂടി പോയിൻറ്റ്സ് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിന്ന സമരവും ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ വേറെ കുറേ കാരണങ്ങളുണ്ട്. അതിൽ സൈനികർക്കുള്ള തുച്ഛമായ വരുമാനം, അതിൻ്റെ മോശമായ ഭക്ഷണം, അതൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് ഈ സൈനികർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും തുച്ഛമായ ശമ്പളവും പിന്നെ ഈ തോക്കിലെ ഈ എൻഫീൽഡ് തോക്കുകളിൽ തിരയായിട്ട് ഉപയോഗിച്ചത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പശുവിനെയൊക്കെ നമ്മളെന്ന് വെച്ചാൽ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സൈനികർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെയാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ആ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തി ആയിരുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ. പിന്നെ ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭു. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റ്. അപ്പം മംഗൾ പാണ്ഡെയെക്കുറിച്ച് പറഞ്ഞാൽ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികനാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ തിര, ഈ കൊഴുപ്പ് ഉപയോഗിച്ച പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികനാണ് മംഗൾ പാണ്ഡെ. പിന്നെ ഈ വിപ്ലവത്തിലെ നേതാക്കൾ നമ്മൾ പറഞ്ഞു. അതിൽ കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൗവിലെ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിലും മൗലവി അഹമ്മദുള്ള. പിന്നെ കുറച്ച് കൂടി ഉണ്ട് എക്സാമിന് ചോദിച്ചത്, അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബറേലി,
ബറേലി എന്ന് വെച്ചാൽ ഖാൻ ബഹദൂർ ഖാൻ. സോറി. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ, പിന്നെ ആരയിൽ കൻവർ സിംഗ്, ബീഹാറിലാണ് ആര, പിന്നെ ഗാളിയോറിൽ റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. അപ്പോൾ ഒന്നുകൂടി പറയാം. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൗവിലെ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിലെ നാനാ സാഹേബ് താന്തിയ തോപ്പി, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള, ആരയിൽ ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ്, ഗ്വാളിയോറിലെ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ് 1857 വിപ്ലവത്തിലെ നേതാക്കൾ. പിന്നെ വരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മീററ്റ്. പക്ഷേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അവധാണ്. അപ്പോൾ 1857 കലാപത്തിലെ കേന്ദ്രമായ അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ചത് ഏത് ഗവർണർ ജനറലാണ്? ഇതൊരു PYQ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? 1857 കലാപത്തിൻ്റെ കേന്ദ്രമായ അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ചത് ഏത് ഗവർണർ ജനറലാണ്? ഡൽഹൗസി പ്രഭു. 1857 കലാപവുമായി ബന്ധപ്പെട്ട് വരച്ച ചിത്രം ഇൻ മെമ്മോറിയം. ഏതാണ് ചിത്രം? ഇൻ മെമ്മോറിയം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. അപ്പോൾ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കാൻ ഇടയായ സംഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കാനിടയായ സംഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇത്രയാണ് ഈ SCERT ചാപ്റ്ററിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോസിനായി കാത്തിരിക്കുക. ബൈ.